ട്രെൻഡിങ് പോയി. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വീട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ? വേറെ ആർക്കല്ല കേട്ടോ, എനിക്ക് തന്നെ. ഞാനിങ്ങനെ വിചാരിക്കുക, ഇത്ര എളുപ്പമായിട്ട് ഞാനെന്താ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ ഇത്ര ലേറ്റായി എന്നുള്ളത്. മോൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓരോരോ ഐറ്റംസ് ട്രൈ ചെയ്യണം. ഫെയിലാവോ സക്സസ് ആവോ നോക്കിയാലല്ലേ നോമ്പിനുണ്ടാക്കാൻ പറ്റുള്ളൂ. നോമ്പ് ഇങ്ങോട്ട് അടുത്തെത്തിയില്ലേ. ഇതിൽ ഞാൻ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ്, അത്ര എളുപ്പമാണെന്ന്. ഭയങ്കര സിമ്പിൾ, പക്ഷെ ടേസ്റ്റോ അപാരാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഹെൽപ്പ് ചെയ്യാൻ കെട്ടിയതിനുള്ള കാരണം പിന്നെ അത്ര പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കുക, ചിക്കനും കുരുമുളകും മയണൈസും ഉപ്പും കൂടി എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയിക്കോട്ടെ, അതിനൊരു കുറവ് വേണ്ട. പിന്നെ അതാ ബ്രെഡ് എടുത്ത് മുട്ടൻ്റെ ഇതിൽ മിക്സ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, എണ്ണയിൽ വറുത്ത് കോരുക. പിന്നെ ഫില്ലിങ്സ് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ പണിയെന്നേ. അടുക്കള കിടക്കുന്ന കോലം കണ്ട് ആരും നെട്ടരുത്. എല്ലാവരുടെ അടുക്കളയിലും ഇതിൻ്റെ അവസ്ഥ. ആദ്യം കഴിക്കൽ, അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. സംഭവം ഞാൻ ബ്രെഡ് പകുതി മുറിച്ചതിൽ ഫില്ലിങ്സ് നിറയ്ക്കാൻ നോക്കിയാലും ഫില്ലിങ്സ് അങ്ങോട്ട് കയറുന്നില്ലെന്നേ, കുറച്ചേ കയറുന്നുള്ളൂ. അതൊരു മെനക്കെട്ട പണിയല്ലേ. അപ്പോൾ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് നോക്കിയപ്പോൾ സംഗതി കുശാലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.